ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ 2000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ സൺഡേ ആണ് 2000 സബ്സ്ക്രൈബേഴ്സ് ആയത്. എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ ഓരോരുത്തരോടും. നമ്മുടെ ഈ ചാനൽ കണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന എല്ലാവർക്കും, ഇപ്പോഴും നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് മുടങ്ങാതെ കാണുന്ന ഓരോരുത്തരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ ചാനൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരിത് നിങ്ങൾക്ക് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഹോം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഫാമിലി വ്ളോഗ്സും ഇടയ്ക്കൊക്കെ ഡേ ഇൻ മൈ ലൈഫും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കണം. ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് കമൻസിലൂടെയാണ് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എന്നെ അറിയിക്കുന്നത്. അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണെന്ന്. ഇന്ന് ഞാനാണെങ്കിൽ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വിട്ടുപോകുന്ന കുറച്ച് പോർഷൻസും കൂടി ചേർത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഒരു വീട്ടമ്മ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം അതിൽ ഞാൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ്, വളരെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസിൽ അറിയിച്ചേക്കണം. കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കുക. ഹൈപ്പ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഒരു വീട്ടമ്മ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ആദ്യമേ തന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. ഞാനൊരു ഹോം മേക്കർ ആണ് എന്നുള്ള കാര്യം പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഹോം മേക്കർ ആണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാനായിട്ട്, ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഹോം മേക്കർ ആണെന്ന് പറയാനായിട്ട് ഭയങ്കരമായിട്ട് നാണക്കേട് വിചാരിക്കുന്ന ആളുകളാണ്. ഈവൻ ഞാൻ പോലും അങ്ങനെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് എന്തോ ഒരു ഭയങ്കര ഒരു കുറച്ചിൽ പോലെ, അല്ലെങ്കിൽ അതത്ര നല്ലതല്ല എന്ന് തോന്നുന്ന ഒരു മനോഭാവം നമുക്കുണ്ടല്ലേ. മറ്റുള്ളവർക്ക് ഉള്ളതിനേക്കാളും നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കോംപ്ലക്സ് ഉണ്ട്. അപ്പം നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, ഞാനൊരു ഹോം മേക്കർ ആണ് എന്നുള്ളത്. ഒരു ഹോം മേക്കർ ആണെന്ന് പറയുന്നതിൽ അത്രത്തോളം അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ്. ഒരു ഹോം മേക്കറായി ഇരിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ഉത്തരവാദിത്തങ്ങളാണല്ലേ നമ്മുടെ തലയിലുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ ആര് നിങ്ങളോട് ചോദിച്ചാലും ഒരു ഹോം മേക്കർ ആണെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ പറയാം, ഞാനൊരു ഹോം മേക്കർ ആണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പ്രെഡ് പോസിറ്റിവിറ്റി. നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് എപ്പോഴും നെഗറ്റീവ് കേൾക്കാനാണ് ആഗ്രഹം അല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് ഇപ്പോൾ 4-5 ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സെയിം ഏജിലുള്ളൊരു കുറച്ച് പേര് ചുറ്റും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ആയിരിക്കും അല്ലേ പറയുന്നത്. എത്ര പേരാണ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ സംസാരിക്കുന്നത്? വളരെ ചുരുക്കം പേരായിരിക്കും. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. ഞാനും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ എന്തിനാണ് പറയേണ്ടത്? നമുക്ക് പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ പറയാം. ഈവൻ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി സംസാരിക്കുമ്പോൾ പോലും ഇതുപോലെ ആരുടെയെങ്കിലും ടോപ്പിക് എടുക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് പറയും ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന്. ചില സമയത്ത് ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും നമുക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം പറയുന്നത്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതായത് പോസിറ്റീവ് കാര്യങ്ങൾ പറയാം. എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഇനി ചെയ്യാം, ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് പ്ലാൻ ചെയ്യാം, നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണെങ്കിലും പാർട്ട്ണറോടൊപ്പം ആണെങ്കിൽ പോലും നമുക്ക് പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാം അല്ലേ. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസാര രീതി, പിന്നെ നമ്മുടെ ബിഹേവിയർ, പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, ഇതെല്ലാം പോസിറ്റിവിറ്റി നിറഞ്ഞത് തന്നെ ആയിരിക്കണം. ഒരിക്കലും മറ്റുള്ളവരിലേക്ക് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്ഷൻസോ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
തോന്നുന്നു. കാരണം നമ്മൾ എന്തിനാണല്ലേ, നമ്മളിപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്ര നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണ്ട, അത്തരം കോൺവെർസേഷൻസ് നമുക്ക് വേണ്ട, ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ അല്ലേ. നിങ്ങൾ അങ്ങനെ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊരു തുറന്ന പുസ്തകമാകാതിരിക്കുക. ഒരു തുറന്ന പുസ്തകം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തുറന്നു വെച്ചേക്കുന്ന പുസ്തകത്തിലെ പേജസ് എല്ലാവർക്കും വായിക്കാൻ പറ്റുമല്ലേ, അതുപോലെ നമ്മളും ഒരു തുറന്ന പുസ്തകമാകാതിരിക്കുക. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു മുന്നേയൊക്കെ. പക്ഷേ എന്നെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജുവാണ്. അവൾ എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഒരിക്കലും നമ്മളൊരു തുറന്ന പുസ്തകമാകരുതെന്ന്. നമ്മുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാം. കുടുംബത്തിൽ നിൽക്കേണ്ട കാര്യങ്ങൾ കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. അല്ലാതെ മൂന്നാമതൊരാളിലേക്ക് അത് കൊടുക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മനഃപൂർവ്വം അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തകർക്കുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഫസ്റ്റ് പഠിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ തീർക്കുക. അതിന് മൂന്നാമതൊരാളുടെ സഹായം നിങ്ങൾ തേടുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് നിങ്ങളായിരിക്കും. ഇതിൽ കൂടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ ഒരു അനുഭവം കൂടിയാണ്, അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച കാര്യമാണ്. മറ്റുള്ളവർ നിങ്ങളെ കേൾക്കാനായിട്ട് സമയം തരുമ്പോൾ ഉറപ്പായിട്ടും അവർ നിങ്ങളെ അളക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് പറഞ്ഞോന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല മറ്റുള്ളവർ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നത്. അങ്ങനെ അഡ്വൈസ് ചെയ്യുന്നവരും ഉണ്ട്, നല്ല ആൾക്കാരും ഉണ്ട് നമുക്ക് ചുറ്റും. പക്ഷേ എന്നാലും ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റാത്തൊരു കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അതിന് വേറൊരാളുടെ സഹായം തേടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഇതിൻ്റെ ഒരു പോയിന്റ് തന്നെയാണ് ഗോസിപ്സ് പറയുക എന്നുള്ളത്. ഇപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിനെ എടുത്തു വെച്ച് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല നമുക്ക്. അതിന് നമ്മൾ ആരും അല്ല അല്ലേ, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ ആരുമല്ല. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഓരോരുത്തരും ഇങ്ങനെ ഓരോ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശം പറയുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് എന്ത് അവകാശമാണല്ലേ? നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരാണോ? അല്ലല്ലേ, നമുക്കും ഒരുപാട് കുറ്റങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഗോസിപ്സുകൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളെക്കുറിച്ച് പറയാനായിട്ട് ഇതുപോലൊരു ഗ്രൂപ്പ് അപ്പുറത്തേക്ക് മാറി ഇരിപ്പുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്ക് ഒട്ടും നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ അത്തരം കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റേതായ ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടമ്മയാണെന്ന് കരുതിയിട്ട് നാട്ടുകാരുടെ കാര്യങ്ങളും ബന്ധുക്കളുടെ കാര്യങ്ങളും ഒന്നും ചർച്ച ചെയ്യാനായിട്ട് നിങ്ങളിരുന്ന് കൊടുക്കരുത്. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ മാറിപ്പോവുക. അത്തരം ആളുകളെ ലൈഫിൽ നിന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി ഒരു ചിരിയോടുകൂടി എനിക്ക് ഇപ്പോൾ സമയമില്ല, വേറെ എന്തെങ്കിലും നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കോൺവെർസേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് വേണ്ടത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം കുറയ്ക്കുക. അതിനോടൊപ്പം തന്നെ ടൈം മാനേജ്മെൻറ്റും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വീട്ടമ്മമാരുടെ ഫോൺ അഡിക്ഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഫോണിലാണല്ലേ. ഈ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മാത്രമാണ് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ കുറേ നല്ല വശങ്ങളും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഹോം പേജ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അത് അക്സെപ്റ്റ് ചെയ്യും? അതായത് നമുക്ക് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതല്ലേ. നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തുടർന്നുള്ള മറ്റു വീഡിയോസ് ആയിരിക്കുള്ളൂ നമ്മുടെ ഹോം പേജിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം മറ്റുള്ളവരെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ ഫീഡിലേക്ക് ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നല്ലേ. പക്ഷേ അതേസമയം നിങ്ങളൊരു പോസിറ്റീവ് കാര്യമാണ് സെർച്ച് ചെയ്ത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഹോം പേജ് ഫുള്ളായിട്ടും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്മുടെ ഈ എല്ലാ സോഷ്യൽ മീഡിയ ഇതിലും കൊടുത്തിട്ടുള്ള 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഡോൺ റെക്കമെൻഡ് ദിസ് ചാനൽ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലാണെങ്കിൽ പോലും നമുക്ക് എന്തിനാണ് ഡിലീറ്റും ബ്ലോക്കും ഒക്കെ തന്നേക്കുന്നത്? അത്തരം ആളുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ല, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലേ. അപ്പോൾ നമ്മുടെ ഈ സ്ക്രീൻ ടൈം നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ മനഃപൂർവ്വമായിട്ട് പറ്റും.
പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. നമുക്ക് എന്തുമാത്രം നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴി പഠിക്കാനായിട്ട് പറ്റും. പുതിയ പുതിയ എന്തോരം കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. നമ്മളിൽ എത്ര പേരാണ് അതൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ PSCയുടെ കോച്ചിങ് ക്ലാസ്സുകളാണെങ്കിലും എന്തെങ്കിലും ഗവൺമെൻറ് എക്സാംസിനെ കുറിച്ചാണെങ്കിലും നമ്മളൊരു വീട്ടമ്മയാണെന്ന് കരുതി നമ്മുടെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിലാണ് ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഫോണിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പണ്ടത്തെ പോലത്തെ ഒരു കാലഘട്ടം അല്ല ഇന്ന്. പണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സോഴ്സുകൾ നമുക്ക് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഫോൺ വന്നതോടുകൂടി നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാമല്ലോ. പക്ഷേ നമ്മൾ എത്ര പേരത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയത് ഞാൻ ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുപോലെ എത്രയോ കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിവ് നേടാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സോഷ്യൽ മീഡിയ ആശ്രയിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഹോം പേജിൽ കാണുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണൊന്ന് ഇന്ന് തന്നെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ഫീഡിലേക്ക് എന്തൊക്കെ ടൈപ്പിലുള്ള വീഡിയോസാണ് വരുന്നതെന്ന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ മനസ്സ് എത്രമാത്രം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ജലസി അല്ലെങ്കിൽ അസൂയ. ഇത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വീട്ടമ്മ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മറ്റുള്ളവരോട് അസൂയ തോന്നുക എന്നുള്ളത്. നമുക്ക് അസൂയ തോന്നിയിട്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഡിസപ്പോയിൻമെൻ്റ് ആക്കുക അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ വില കുറച്ച് കാണുന്നത് കൊണ്ടാണ് മറ്റുള്ളവരിൽ നമുക്ക് അസൂയ വരുന്നത്. മറ്റുള്ളവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും അവരുടെ വിജയം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അവർ അത്രത്തോളം ആ ഒരു കാര്യത്തിന് എഫേർട്ട് ഇടുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മളിതൊന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അസൂയയും പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുമോ? ഇല്ലല്ലേ. അപ്പോൾ ജലസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. എന്നാൽ ജലസി ചില കാര്യങ്ങളിലാവാം, പക്ഷേ അത് നമ്മളെ മനസ്സിൽ അങ്ങനെ ഇട്ടുകൊണ്ട് നടന്നിട്ട് അങ്ങനെ ഒരു വൈരാഗ്യം പോലെ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഹെൽത്തി കോമ്പറ്റീഷന് ചെറിയ രീതിയിലൊരു അസൂയ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വലിയ രീതിയിലുള്ളൊരു അസൂയ ഉണ്ടാക്കി അത് നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോവാതിരിക്കുക. എന്തിനാണല്ലേ? അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത്. അത് ഉറപ്പായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വീട്ടിലിരിക്കുന്നവരാണ്, അതുകൊണ്ട് അയ്യോ എനിക്കൊന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാനൊന്നും അല്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് ആവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അത് നിങ്ങൾ അപ്പാടെ അങ്ങ് ഉപേക്ഷിക്കുക. എല്ലാവരും അവരുടേതായ രീതിയിൽ കഴിവുള്ളവർ തന്നെയാണ്. ഇപ്പം നമ്മുടെ കഴിവുകൾ എന്താണെന്നുള്ളത് നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് പുറം ലോകം അറിയാതെ പോകുന്നത് എന്ന് കരുതി നമുക്ക് കഴിവില്ല അല്ലെങ്കിൽ നമ്മൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇപ്പം നമ്മളൊരു വീട് നോക്കി നടത്തുക എന്ന് പറയുന്നത് അതൊരു ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. നമ്മുടെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ നോക്കി വീട്ടുകാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നതിന് പലർക്കും പുച്ഛമാണ്. പുച്ഛിക്കുന്നവർ പുച്ഛിച്ചോട്ടെ, പക്ഷേ നമ്മളതിൽ 100% മനസ്സർപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് ഗോൾ സെറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വീട്ടമ്മയായിട്ട് ഇങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ച് പോയാൽ മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ടോ ഒന്നും നമ്മുടെ ഗോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. വീട്ടമ്മയാണെന്ന് കരുതിയിട്ട് നമ്മുടെ എല്ലാ സാധ്യതകളും ഇതോടുകൂടി ഇവിടെ നിന്നു, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കണം, നമ്മൾ എത്ര പേരാണ് അതിന് എഫേർട്ട് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ റീച്ച് ചെയ്യാനായിട്ട് പറ്റും. അത് ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉള്ളവർ ഇൻസ്പയർ ചെയ്യാറുണ്ടല്ലേ, അവരുടെയൊക്കെ ലൈഫ് സ്റ്റോറി എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം ഒക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ ആവും, നിങ്ങൾക്ക് കൂടുതൽ അച്ചീവ് ചെയ്യണമെന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോൾ സെറ്റിംഗ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് പോയാൽ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ
അങ്ങ് പോകത്തുള്ളൂ. പക്ഷേ നിങ്ങൾ അതേസമയം നല്ലൊരു കരിയർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവണം, നിങ്ങൾക്ക് കൂടുതൽ ഇതുവരെ ജീവിച്ച പോലെ ആയിരിക്കരുത് എൻ്റെ ജീവിതം എന്നൊക്കെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തനിയെ അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അത് പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിന് നമ്മളങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചേക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത് എന്നുള്ളതാണ്. ഒരു ദിവസം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കാത്തവരെ ആരും കാണത്തില്ലല്ലേ. എല്ലാവർക്കും ആഗ്രഹം മാത്രമേ കാണുള്ളൂ, പക്ഷേ അതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ട് എത്രത്തോളമാണ്. നമ്മൾ വിചാരിക്കും ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് 24 hours കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിൽ നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കുന്നത് മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന്, അങ്ങനെ ഒരു വിധിയാണ് നമുക്കുള്ളതെന്ന് നമ്മൾ പലരും ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല. എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇതിനൊക്കെ വളരെ കുറച്ച് സമയം മതി. കുക്കിംഗ് ചെയ്യാനായിട്ട് 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ എല്ലാ പണികളും കഴിയാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോം മേക്കിങ്ങിനുള്ള സമയം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സമയം നമുക്ക് വേണ്ടിയിട്ട് സെൽഫ് കെയറിനും സെൽഫ് ലവിനും അതുപോലെ തന്നെ റീഡിങ്ങിനാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി നമ്മൾ കണ്ടുപിടിക്കുക. നമ്മുടെ ചിലപ്പോൾ കുഞ്ഞുനാളിൽ നമ്മൾ മറന്നു വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഹോബീസ് ആയിരിക്കാം, അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടാതെ വരുമ്പോഴാണ് ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ എന്തിനോ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഒരു തോന്നൽ വരുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സമയം ക്രമീകരിച്ചുകൊണ്ട് കുറച്ച് സമയം കുക്കിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും കണ്ടെത്തിക്കൊണ്ട് ബാക്കിയുള്ള സമയം ദിവസവും കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വരത്തില്ല. അപ്പോൾ നമ്മുടെ സമയം എപ്പോഴും നമ്മൾ മാനേജ് ചെയ്ത് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് റീഡിങ് ഹാബിറ്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്കൂളിലൊന്നും പഠിക്കുമ്പോഴൊന്നും ഒട്ടും വായിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു റീഡിങ് ചെയ്യണം, നന്നായിട്ട് ബുക്സ് വായിക്കണം, ഒരുപാട് അറിവ് കിട്ടും എന്നൊക്കെ. പക്ഷേ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമായിരുന്നു റീഡിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പോലും അറിയാതെ ബുക്സ് വായിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. റീസെൻ്റായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. പക്ഷേ അത് വായിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനോടുണ്ടായൊരു അഡിക്ഷൻ എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചിലപ്പോൾ നിങ്ങൾ കുഞ്ഞിലെ വായിക്കുന്ന ആൾക്കാരായിരിക്കാം, ഇപ്പോൾ ചിലപ്പോൾ കല്യാണത്തിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ സമയം കണ്ടെത്താത്തതായിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റീഡിങ് ഹാബിറ്റ്സ് തിരിച്ച് കൊണ്ടുവരിക. ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാനും അത് ഒരുപാട് സഹായിക്കും. റീഡിങ് ഹാബിറ്റ്സ് കൊണ്ടുവരുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അറിവ് നേടുകയും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ നമ്മുടെ ചിന്തകൾ വളരുകയും നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ സാധാരണയായി നമ്മൾ നേരിടുന്ന പല കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടി പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാനും സാധിക്കും. എല്ലാ തരത്തിലുള്ള ബുക്സും വായിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ടൈപ്പിലുള്ള ബുക്സ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതെ പലതരത്തിലുള്ള ബുക്സുകൾ നമ്മൾ വായിക്കുക. ഓരോ ഇപ്പോൾ നോവൽ വായിക്കുമ്പോഴാണെങ്കിലും പല കഥകൾ വായിക്കുമ്പോഴാണെങ്കിലും ചെറുകഥകൾ വായിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുമല്ലേ. നമുക്ക് ചുറ്റുമുള്ള പല ആളുകളെയും തന്നെ ആയിരിക്കുള്ളൂ ആ ഒരു കഥയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതും. അപ്പോൾ നമുക്ക് കുറേ കൂടുതൽ അറിവ് കിട്ടും. അതുപോലെ തന്നെ അറിവ് നേടാനുള്ള ഒരുപാട് ബുക്സുകൾ വിപണിയിലുണ്ട്, അതൊക്കെ വായിക്കാം. നല്ല നല്ല ബുക്സുകൾ സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് വായിച്ച് നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മൾ വിചാരിക്കുന്നത് നമുക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ ഇത് മതി, ഇത്രയാണ് നമ്മുടെ ലൈഫ് എന്ന് നമ്മൾ വിചാരിക്കുമല്ലേ. പക്ഷേ അതല്ല. നമ്മൾ ജീവിതത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെല്ലാം ടെക്നോളജീസ് ആണല്ലേ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിരിക്കുക. വീട്ടമ്മയാണെന്ന് കരുതിയിട്ട് മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ട, എനിക്കൊന്നും അറിയണ്ടെന്ന് വെച്ചിട്ടില്ല നമ്മൾ ജീവിക്കേണ്ടത്. ഡെയിലി അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് കേൾക്കുക. ഇതിൽ രണ്ടിൽ എന്തെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. കാരണം നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. അവരതിന് അലേർട്ടായിരിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഒന്നും നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാനുള്ളൊരു ആരവം അല്ലെങ്കിൽ ഒരു ആവേശം നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയായിട്ട്
ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് ഹസ്ബൻഡുമായിട്ടും മക്കളുമായിട്ടും ഒക്കെ ഫാമിലി വാല്യൂസ് നമ്മൾ അമ്മമാരാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഒട്ടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെയാണ് ഇന്നത്തെ കുട്ടികൾ പലരും വളർന്നു വരുന്നത് അല്ലേ. അപ്പോൾ അച്ഛൻ, അമ്മ, മക്കൾ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഫാമിലി വാല്യൂസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും നമ്മുടെ ഓരോ പ്രവൃത്തികളിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് അതുതന്നെയാണ്. ഒരു കുട്ടിക്ക്, ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു മകന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അതാണ്. അല്ലാതെ നിങ്ങൾ കുറേ പൈസ മുടക്കി കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അവരെ ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ കുടുംബം എന്താണെന്നും നമ്മുടെ കുടുംബത്തിലെ അവസ്ഥകൾ എന്താണെന്നും കുഞ്ഞുനാളിലെ തൊട്ടേ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അതിന് കഴിയുന്നത് ഒരു വീട്ടമ്മയ്ക്ക് തന്നെയാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നത് അച്ഛന്മാർ അതിന് അത്രത്തോളം മുതിരില്ല, പക്ഷേ അമ്മമാർക്ക് അതിന് കഴിയും. അപ്പം നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇതാണ് എന്നുള്ളത് കുട്ടികളെ കൊച്ചിലേ തൊട്ടേ പഠിപ്പിച്ച് അവരും കൂടി അറിയണം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത്. അല്ലാതെ ചോദിക്കുന്നതെല്ലാം നേടിക്കൊടുത്ത് എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നതിൽ ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. കാരണം എന്നെ എൻ്റെ അച്ഛൻ അങ്ങനെയാണ് വളർത്തിയത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.